സഹൃദയരെ, ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു മായാവി. അടുത്ത ഒരു ബെല്ലോട് കൂടി നാടകം സമാരംഭിക്കുന്നതാണ്. സമൂഹ മനസാക്ഷിയുടെ അന്ധകാരം നിറഞ്ഞ അന്തരാളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഞങ്ങൾ കണ്ടെത്തിയ ഈ കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി എന്തെങ്കിലും സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രം. ഞങ്ങൾ തുടങ്ങട്ടെ. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാജങ്ങളോ. നമ്മുടെ തലവര തെളിഞ്ഞു. ഇനി നമ്മൾ വെറും ലോക്കൽ മന്ത്രവാദികളല്ല. നമ്മുടെ മന്ത്രവാദത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ അങ്ങ് കടല് കടന്ന ഡിമാൻഡ് വന്നിരിക്കുന്നേ. കാലം മാറി, കഥ മാറി. ആഹാ, അതെന്താ? നീ വലിയ പുതിയ ഇന്റർനാഷണൽ മന്ത്രം വല്ലതും സായത്താക്കീന? അതോ ഇത്തവണ ശരിക്കും മായാവിനെ പിടിച്ചുവാ? അല്ലെന്നേ, നമ്മളെ അമേരിക്കയിലെ ഡാലസിലേക്ക് ക്ഷണിച്ചിരിക്കുവാ. ഡാലസ് അല്ല ഡാഗു, ഡളോസ്. അവിടുത്തെ മലയാളി അസോസിയേഷൻ ഇല്ലേ, മെന്റ്, അവരുടെ ഇത്തവണത്തെ ഫെസ്റ്റിന് നൊസ്റ്റാൾജിയാണ് പോലും തീം. കുട്ടൂസനും ഡാഗിനി ഇല്ലാതെ എന്ത് നൊസ്റ്റാൾജിയ. അമേരിക്ക? അപ്പൊ നമ്മൾ അങ്ങ് കടലും കടന്ന് അമേരിക്ക വരെ ഫേമസ് ആയ? ആടെ പോവാൻ വിസയെല്ലാം വേണ്ടേ ഡാഗു? ഇതെല്ലാം വല്ല നടക്കുവപ്പാ? നമ്മൾ എത്രയും വേഗം വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. ആ മായാവിയും പിള്ളേരും അറിയുന്നതിന് മുന്നേ നമ്മൾ ഡാലസിലെത്തണം. എന്നിട്ട് എനിക്ക് ആ മെൻ ഫെസ്റ്റിലെ VIP കസേരയിലിരുന്നൊന്ന് ഞെളിയണം കുട്ടൂസ. ആ, വേണം വേണം. നമുക്കുണ്ടല്ല, ആടെ പോകുന്നതിനെക്കാട്ടും മുന്നേ ആ കള്ള മായാവിന്റെ മാന്ത്രിക വടി അടിച്ച് സെറ്റാക്കണം. ആ കള്ള സൂറിന്റെ ആ വടി കിട്ടിയാ പിന്നെ ഉണ്ടല്ലോ, ഓ, പിന്നെ നമ്മളെ പിടിച്ചാ കിട്ടൂല. നമ്മളെ ട്രിക്സ് കണ്ടിട്ട് ആടിൽ എല്ലാരെയും കണ്ണു തള്ളണം. പിന്നെ ആ മെന്റിന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഇന്നിപ്പോ അവന്റെ പേര് ആന്തം കാട്ട്, ഓനെ കൊണ്ട് പറയിക്കണം നമുക്ക്. എവൻ പുലിയാണ് കേട്ടാ. അത് വേണം. മാത്രല്ല എനിക്ക് വേറൊരാഗ്രഹം കൂടി ഉണ്ട് എന്റെ കുട്ടുസേട്ടാ. അതെന്താ എന്റെ ഡാഗു? അല്ല, നമുക്കിങ്ങനെ ലിവിങ് ടുഗദർ ഒക്കെ ആയിട്ട് നടന്നാ മതിയോ? അവിടെ വേഗാസിൽ പോയാലില്ലേ, ഒറ്റയടിക്ക് കല്യാണവും കഴിഞ്ഞ് മാരേജ് സർട്ടിഫിക്കറ്റും കിട്ടുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കില്ലേ ഇങ്ങനത്തെ ഒരു വെള്ള ഗൗണൊക്കെ ഇട്ട് കല്യാണം കഴിക്കാൻ കൊതിയാവുന്നു കുട്ടുസേട്ടാ. ആ, ആദ്യം അവിടെ നിന്ന് എത്തട്ടെ. ലുട്ടാപ്പി എത്തിയല്ലോ. എടാ, ഓരോ ദിവസവും കഴിയും തോറും നിന്റെ മസിലങ്ങ് കൂടിക്കൂടി വരുവാണല്ലോ. അതെങ്ങനെയാ? ഡെയിലി അവലൂസുണ്ട് ഉരുട്ടി കയറ്റുന്ന പോലെയല്ലേ പ്രോട്ടീൻ പൗഡർ അടിച്ച് കയറ്റുന്നേ? രാവിലെ തന്നെ രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സന്തോഷം കണ്ടിട്ട് മായാവി കുപ്പിയിലെന്നാ തോന്നണേ. അതൊന്നും അല്ലടാ പൊട്ട. ഇതേ അതുക്കും മേലെ നമ്മളെ അമേരിക്കക്ക് പോവാ. അമേരിക്ക? അത് പൊളിച്ചുട്ടാ. നിനക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ടോടാ ലുട്ടു? പാസ്പോർട്ടാ? എന്തെടുത്ത എനിക്ക് ഇത് കണ്ട, ഇതാണ് ലുട്ടാപ്പിയുടെ പാസ്പോർട്ട്. ഇതന്നെയാണ് നമ്മുടെ വിസയും. ഇതുണ്ട് വെച്ചാ ഡാലസിൽ നിന്നല്ല, ഏത് വൈറ്റ് ഹൗസിന്റെ മോളിൽ കൂടെ വേണമെങ്കിലും ലുട്ടാപ്പി പറക്കും. ആലംബനാ, ഒരു അലമ്പന. നീ അപ്പൊ അവിടെ ഭരണം മാറിയൊന്നും അറിഞ്ഞില്ലേ മോനെ? ഇമിഗ്രേഷൻ ഒന്നും ഇപ്പൊ പണ്ടത്തെ പോലെ അത്ര എളുപ്പമൊന്നും അല്ലടാ. അതൊക്കെ ലീഗൽ ഇമിഗ്രൻസിനല്ലേ, ഞങ്ങളെ പോലുള്ള കുട്ടിച്ചാത്തമാക്കൊന്നുമില്ല. പക്ഷെ നിങ്ങൾ രണ്ടും സൂക്ഷിച്ചോട്ടാ. മന്ത്രവാദത്തിൽ ലോകപ്രശസ്തമായ 2 പ്രബന്ധങ്ങളുള്ള എന്നോടോ ബാല? ആ, കേട്ടുണ്ട്. നമ്മുടെ ബ്രാഡ്ലിയുടെ ശിഷ്യനാന്നല്ലേ. ഇത്ര കാലായിട്ട് അന്നാരിന്ത് രാജുവിനെയും രാധേനെയും വരെ പിടിച്ചിട്ടില്ല. പക്ഷെ ഡയലോഗിക്ക് മാത്രം ഒരു കുറവുമില്ല. രാധേ അങ്ങനെയല്ല, ഇങ്ങനെ. പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് ആ കുരുത്തം കേട്ട രാജുവിന്റെ ശബ്ദം കേൾക്കണേ. ഇങ്ങടാ വരണം തോണ്ടിട്ടാ. ബാ, നമുക്ക് മെല്ലെ അങ്ങോട്ട് മാറിക്കാം. ഭാവം
തെറ്റിച്ചു. ഇത് 60ാമത്തെ ടേക്കാണ് രാധേ. ഞാൻ മടുത്തു. ഇനി ഞാൻ തെറ്റിക്കില്ല രാജു, പ്ലീസ്. ഇത് പോസ്റ്റ് ചെയ്തിട്ട് വേണം ഒന്ന് വൈറലാവാൻ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാനേ ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. നീ ഇരുന്ന് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യ്. പിന്നെ ആ കുട്ടൂസിന്റെയും ഡാഗിനിയുടെയും കയ്യിലൊന്നും ചെന്ന് പെട്ടേക്കരുതേ. ഇല്ല രാജു, ഞാൻ നോക്കിക്കോളാം. ഹായ്, നാസീരേട്ടനല്ലേ ഇത്? നിങ്ങളെ എനിക്ക് എത്ര ഇഷ്ടാണെന്നോ. ഇപ്പോഴും നിങ്ങളുടെ പാട്ടൊക്കെ എന്ത് ട്രെൻഡിങ്ങാ. ചേട്ടന്റെ വലിയ ഫാനാ ഞാൻ. അത് പിന്നെ ഞാനൊരു നിത്യഹരിത നായകനല്ലേ. എന്നോടൊന്ന് ചിരിച്ചാട്ടെ, അമ്പടി ജിഞ്ചിനാക്കടി. അങ്ങനെയല്ല, ഇങ്ങനെ. അമ്മാണ്ടി പെണ്ണെ. ശ്ശേ, ഈ ഏട്ടന്റെ ഒരു കാര്യം. നീയാണല്ലേ പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്ന അലവലാതി ഷാജി? അയ്യോ, ജയേട്ടൻ, നമ്മുടെ മലയാളത്തിലെ ഫസ്റ്റ് ആക്ഷൻ ഹീറോ, നമ്മുടെ സ്വന്തം ജയൻ. ജയേട്ടന്റെ മസിലൊക്കെ എന്ത് രസാ ഇപ്പോഴും കാണാൻ. പല ആക്ഷൻ ഹീറോസ് വന്നിട്ടും എന്നെ മറന്നില്ലല്ലോ അല്ലേ രാധേ? എല്ലാരെയും പോലെയാണോ ജയേട്ടൻ? ഇത്രയും മസിലൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ് ചെയ്യാ. ഇടക്കാരോ പറഞ്ഞ പോലെ കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ സിക്സ് പാക്ക്? ആൺകുട്ടികളുടെ കാര്യം എനിക്കറിയില്ല മിസ്റ്റർ. പക്ഷേ കേരളത്തിലെ പെൺകുട്ടികൾക്ക് സിക്സ് പാക്ക് ഇഷ്ടമാണ് അല്ലേ രാധേ? ഞങ്ങളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് മടിച്ചു നിൽക്കാതെ പറയൂ രാധേ. എനിക്ക് നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടാണെന്നേ. പക്ഷേങ്കിലേ ആരെയാ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാ എനിക്ക് ഇലയിട്ട് നോക്കേണ്ടി വരും. എനിക്കൊരു ബെസ്റ്റിയെ വേണം, എനിക്കൊരു ബെസ്റ്റിയെ വേണം. ആരാണ് എൻ്റെ ബെസ്റ്റി? നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്തിനാ എന്നെ കെട്ടിയിടുന്നേ? എടാ വിക്രമ, നിന്റെ പാലുണ്ണിങ് എടുത്ത് മാറ്റ്. അപ്പ മനസ്സിലാവും ഇവക്ക് നമ്മൾ ആരാണെന്ന്. അയ്യോ, ഇത് വിക്രമനും മുത്തുവല്ലേ? അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. രാധേ, എന്തു പറ്റി? അയ്യോ, വിക്രമനും മുത്തുവും. ഓം ക്രീം കുട്ടിച്ചാത്ത, ഓം ക്രീം കുട്ടിച്ചാത്ത, മായാവി രക്ഷിക്കണേ. രാജു, രാധേ, നിങ്ങൾക്കിത് എന്തു പറ്റി? എൻ്റെ ഈ മാന്ത്രികവടി ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? വിക്രമൻ മുത്തു സ്റ്റാച്യു. മായാവി ഹാൻഡ്സ് അപ്പ്. ഹായ്, ദേ മാന്ത്രികവടി. ഹോ, ഉത്സവപ്പറമ്പിന്ന് കിട്ടിയ തോക്കാണെങ്കിലും ഇതിനെ കൊണ്ട് നല്ല ഗുണമുണ്ടായി. അമ്പമ്പോ, എങ്ങനെ നടന്നു നമ്മുടെ വിക്രവും മുത്തുവാ? ഇങ്ങ ഇറങ്ങി വാടാ മക്കളെ. ഞങ്ങൾ ഏറ്റെടുത്ത കൊട്ടേഷൻ അത് ഭംഗിയായി തീർത്തിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ വിസയുടെ കാര്യം ആദ്യം നിങ്ങൾ നോക്കിക്കോണം. അത് നമ്മളെ ഏറ്റുമോനെ. ഗായ്സ്, നിങ്ങൾ കാണുന്നുണ്ടോ? മായാവി വന്നിട്ടും ഞങ്ങൾ തടവറയിലാണ് ഗായ്സ്. ചാത്തന്മാർക്ക് പോലും രക്ഷയില്ലാത്ത കാലം ഗായ്സ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗായ്സ്. ഷോ, ഈ ജെൻസി പിള്ളേരുടെയൊക്കെ ഒരു കോൺഫിഡൻസേ നമ്മളെ പോലത്തെ ഇത്ര ഫേമസ് ആയിട്ടുള്ള മന്ത്രവാദികളുടെയൊക്കെ തടവറയിലായിട്ട് പോലും. ഡാ രാജു, നീ പോസ്റ്റ് ചെയ്യുമ്പോഴേ എന്നെയും കുട്ടൂനെയും കൂടെ ഒന്ന് അങ്ങ് ടാഗ് ചെയ്തേരെ. ഡാടാ, എന്നെ ടാഗ് ചെയ്യാൻ മറക്കണ്ടട്ടാ. ചാത്തന്മാർക്കൊക്കെ ഇപ്പം നല്ല ഡിമാൻഡാ. പുതിയ ചില പടങ്ങളൊക്കെ വന്നോട്ടെ മോനെ, പിന്നെ ഞങ്ങളൊന്നും പിടിച്ചാ കിട്ടൂല. എടാ മായാവി, നീ ഇങ്ങ് വാ. നീ ഇപ്പം നമ്മളെ അടിമയല്ലേ. നീ ഒരു പാട്ടിട്ടെ.
നിന്നെ പിടിച്ചതിൻ്റെ സന്തോഷം നമ്മളൊന്ന് അടിച്ച് പൊളിക്കട്ടെ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ആശാനേ ജങ്ക് ജഗ ജഗ ദാണ്ട് നമുക്ക് എംബസിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ട്. ഡാഗു, നമ്മുടെ വിസ ആയിരിക്കും അത്. ഡാ അടിമക്കണ്ണ, നീ ആ വിസയൊന്നിങ്ങ് വാങ്ങിയേ. ചതിച്ചല്ലോ എന്റെ ചാത്തന്മാരെ. എംബസി നമ്മളെ തേച്ചു. നമുക്ക് വിസ കിട്ടിയില്ല കുട്ടു. നമ്മളെ പോലത്തെ മന്ത്രവാദികളെ ഒന്നും ടൂറിസ്റ്റ് വിസയിൽ കേറ്റൂല പോലും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ആ പണി എന്ന പോലും പണ്ടാരം. ഡാഗിനി അമ്മൂമ്മേ, നിങ്ങൾക്ക് ഒരു വിചാരമുണ്ട് ഞങ്ങൾ ജെൻസി പിള്ളേരൊക്കെ പാൽ കുപ്പികളാണെന്ന്. ടാഗ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒഫീഷ്യൽസിനെ കൂടി ടാഗ് ചെയ്തിട്ടുണ്ട്. എന്നാലും എൻ്റെ കളരി പരമ്പര ദൈവങ്ങളെ, നമുക്ക് ഈ ഗതി വന്നല്ലോ. വിസ ഇല്ലാതെ ലാലേട്ടന്റെ ഫ്രണ്ട്സിന് പോലും വരാൻ പറ്റുന്നില്ല. പിന്നല്ലേ നിങ്ങളെപ്പോലുള്ള ബ്ലാക്ക് മാജിക് ടീംസ്. വേഗാസ് പോയി വല്ല മദാമീനെയും കെട്ടി സുഖിക്കാൻ ഓർത്ത എല്ലാം വെറുതെ ആയി. അപ്പൊ നിങ്ങൾ എന്നെ ഇത്രയും കാലം ബെഞ്ചിങ് ആയിരുന്നല്ലേ? ചീറ്റ്, യു ബ്ലഡി ചീറ്റ്. ഒരു സൂചന എപ്പോഴേലും തന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടുമായിരുന്നോ? ആ മന്ത്രവടിയെങ്കിലും കയ്യിലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. അയ്യോ മന്ത്രവടി അതും പോയോ? അതെപ്പോഴേ കിട്ടി ബോധിച്ചു. എന്തുട്ട് തേങ്ങണ തള്ളേ, ഇതൊക്കെ സൂക്ഷിച്ച് വെക്കണ്ടേ? നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകുന്നത് എന്തുട്ട് കഷ്ടാണ്. വിക്രമ മുത്തു, വിസ വേണ്ടാത്ത സ്ഥിതിക്ക് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ ബ്രോ? അല്ല ബ്രോ, താരിഫ് ഉള്ളതുകൊണ്ട് നിന്റെ കുന്തം കസ്റ്റംസിൽ കുടുങ്ങും. അങ്ങനെ പറയല്ലോ ഇഷ്ടാ. അവിടെ ചെന്നാ നിനക്ക് മീനവിയിലൊക്കെ ഉണ്ടാക്കി തരാൻ ആരെങ്കിലൊക്കെ വേണ്ടേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നടുക്കഷ്ണം കഴിക്കണം. കണ്ടോ കണ്ടോ, ഈ വടിയൊക്കെ ഇവിടെ വയ്ക്കുക. അല്ലെങ്കിൽ ഈ മായും കുട്ടിക്ക് ഒരു കാര്യത്തിലൊരു ശ്രദ്ധയില്ല. ഈ മെൻഫെസ്റ്റിലൊക്കെ ഗസ്റ്റായിട്ട് പോവാന്നൊക്കെ പറഞ്ഞാ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കണ കാര്യല്ലേ? അതെ അതെ, അതുകൊണ്ടാണല്ലോ ഞാനും രാജുവും രാധയും കൂടെ പോകുന്നേ. വേണമെങ്കിൽ ഞാൻ കൂടെ വരാട്ടാ. നീ നിർബന്ധിച്ച മെന്റ് പ്രസിഡന്റ് സമ്മതിക്കും. അയ്യോ വേണ്ടേ. അങ്ങനെ പറയല്ലേ. എങ്ങനെയെങ്കിലും നീ ഇങ്ങോട്ട് മാറി നിന്നേ. നല്ല കവള്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് മാജിക് ഈസ് എ ഡർട്ടി ബിസിനസ്. അത് ഞാൻ ചെയ്യില്ല, ഇവരെ കൊണ്ടും ചെയ്യിക്കില്ല. Surrender.